ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2025 എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ലഭിച്ചൊരു വർഷമാണ്. അതിൽ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഒരു പങ്ക് വഹിച്ചൊരു വർഷം കൂടിയാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റി. കന്യാകുമാരി ടു കശ്മീർ വരെ യാത്ര ചെയ്യാൻ പറ്റി. ഒരു സുഹൃത്തിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എൻ്റെ ഇഷ്ട നഗരമായ കൽക്കട്ട എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ യാത്രയും അതുപോലെ നല്ല ശക്തമായ വായനയും നടന്നൊരു വർഷമാണ്. അങ്ങനെ വായിച്ചതിൽ ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, എല്ലാവരും വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ് പുനർജന്മത്തിലെ പല്ലവി. ഒരു പുതിയ എഴുത്തുകാരനാണ്, യുവ എഴുത്തുകാരൻ്റെ ആദ്യ നോവലാണ്. വായിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കലും നമുക്കങ്ങനെ തോന്നില്ല. ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ, ഓരോ എഴുത്തുകാരനും എഴുത്തിന് മുമ്പ് കുറേ എഴുത്തുകൾ എഴുതിയിട്ടുണ്ടാവും, അവനവന് വേണ്ടി മാത്രം, അവനവന് മാത്രമായിട്ട് വയ്ക്കുന്നത്. പക്ഷേ ആൾ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു സൃഷ്ടി, ഒരു അടിപൊളി ഒരു ബുക്കാണത്. അതിൻ്റെ ആഖ്യാന ഭംഗി, ഭാഷ, ഒഴുക്ക്, നമ്മളെ കൊണ്ടുപോകുന്ന രീതി, അത് എഴുതിയ ആളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. VPM മേനോൻ. VPM മേനോൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ VPM എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കില്ല. എനിക്ക് നല്ല കുറുമ്പ് കാണിക്കുന്ന ഒരു കുഞ്ഞു വിഷ്ണുവാണ്. അവനെനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനെ കളിപ്പിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിലാണ് ഞാൻ ഈ ബുക്കിനെ പറ്റി ആദ്യം അറിയുന്നത്, അവരിലേക്ക് എത്തുന്നത്. ആ 5 വയസ്സുകാരൻ ഇത്ര വളർന്നു വലിയൊരു യുവ എഴുത്തുകാരനായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത്. യാത്രയാണ് ആ പുസ്തകത്തിൻ്റെ വിഷയം. യാത്രയിൽ ഒരു എഴുത്തുകാരൻ്റെ, അതിൽ നായകൻ ഒരു എഴുത്തുകാരനാണ്, അയാളുടെ ജീവിതയാത്രകളൊക്കെയാണ് അതിൽ കൂടെ പോകുന്നത്. അങ്ങനെ നമ്മളതിങ്ങനെ കൊണ്ടുപോകും. എന്നെ സംബന്ധിച്ച് യാത്ര എന്ന് പറയുമ്പോൾ ആ യാത്രയും ആ ഡെസ്റ്റിനേഷനും കൂടെയുള്ള ആളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എന്നെ ശരിക്കും കൊണ്ടുപോയൊരു ബുക്കാണ് ഈ ബുക്ക്. അതിലത്തെ എഴുത്തുകാരൻ്റെ പേര് തേജസ് എന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലത് വന്നത് തന്നെ. അതിനു മുമ്പ് വരെ എനിക്ക് പരിചയമുള്ളൊരു എഴുത്തുകാരൻ, ഇത് വിഷ്ണുവിൻ്റെ തന്നെ കഥയാണോ എന്നൊക്കെ ഇടയ്ക്ക് നമുക്ക് തോന്നി. അത്രയധികം ഒരു ഫിലോസഫി ഉണ്ടായിൻ്റെ അത്. അവനെൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ഫിലോസഫിക്കൽ സാധനമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏറ്റവും നല്ല രസമായിരുന്നു. പിന്നെ കുടജാദ്രി ഒരു മെയിൻ കഥാപാത്രമായിട്ട് വരുന്നു. അപ്പോൾ എൻ്റെ വേറെ സുഹൃത്തിന് എനിക്ക് ഓർമ്മ വന്നു. ആ ചേച്ചി ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ വളരെയധികം പ്രശ്നം വന്നപ്പോൾ കുടജാദ്രിയിലേക്കൊരു യാത്ര നടത്തി, അത് പുള്ളിക്കാരത്തിക്ക് എത്രത്തോളം റിലാക്സേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അവിടേക്ക് മൂകാംബികയിലേക്ക് നടത്തിയ യാത്ര എനിക്കിങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ വളരെ നല്ലൊരു എഴുത്തായിരുന്നു അത്. എല്ലാവരും ആ ബുക്ക് വായിക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ അയക്കും. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലൂടെ അത് ഇനി ഒരുപാട് പേരിലേക്ക് എത്തേണ്ട ഒരു പുസ്തകമാണ്. അതേപോലെ വേറെ സാധനം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇയറിങ്, ഇതും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സംരംഭമാണ്, ഋത്വാര എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് എവിടെ പോയാലും എൻ്റെ ഒരുപാട് ഫോട്ടോസിൽ സ്ഥിരമായിട്ട് ഞാൻ ഇടുന്ന ഒരു ഇയറിങ്ങാണ്. ടു ദ ഗോ ആയിട്ടുള്ള ചില ഇയറിങ്സ്, ചില ഓർണമെൻറ്റ്സ് നമുക്കുണ്ടാവും. എന്തൊന്നും ശരിയായില്ലെങ്കിലും ഇത് നമുക്ക് ശരിയാവും. അങ്ങനെ എനിക്ക് വന്നൊരു ഇയറിങ്ങാണിത്. ഇതും എൻ്റെ സ്കൂൾ ടൈമിൽ ഉള്ളൊരു സുഹൃത്ത് തുടങ്ങിയൊരു സംരംഭമാണ്. എനിക്കിത് വളരെ ഒരു ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സാധനമാണ്. അതേപോലെയാണ് എനിക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു താജിൽ ഒരു തവണ പോകണമെന്ന്. വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് പ്ലേസിൽ പോയി ആ ലക്ഷറി എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതും എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതും സാധിച്ചു. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിട്ട് ഈ 2025 പോവുകയാണ്. വ്യക്തി ജീവിതത്തിലും എൻ്റെ പ്രൊഫഷണലായിട്ടും എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അക്കാദമിക്കലി പേപ്പേഴ്സ് എഴുതാൻ പറ്റി, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഈ ഒരു 12 മാസമുള്ളെങ്കിലും 12ൽ കൂടുതൽ സ്ഥലങ്ങൾ ഞാൻ യാത്ര ചെയ്തു. അത് എന്നിലെ യാത്രക്കാരെ വളരെയധികം സന്തോഷിച്ചു. ഒരു 12ൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. ഒരു 6ഓളം പേപ്പറുകൾ എൻ്റെ പേരിൽ വന്നു. അങ്ങനെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഒരു 7-8 കോൺഫറൻസ്, വർക്ക്ഷോപ്പ് പോലത്തെ കാര്യങ്ങൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാസം ഞാനങ്ങനെ വെറുതെ ഇരുന്നിട്ടില്ല ഒരു സ്ഥലത്തും. ഒരു മാസം പോലും 2ൽ കൂടുതൽ യാത്രകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സംതൃപ്തി തോന്നുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ഈ യാത്രയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ അടുത്ത വർഷവും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ എങ്കിലും ആ ചിരി മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലൊക്കെയുള്ള കുറേ ചലഞ്ചസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർഷം തന്നെ എല്ലാവർക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു.